ബ്രോ ഇതൊന്ന് ഡ്രസ്സിലടിക്കാവോ? സാർ നമ്മളങ്ങനെ ഡ്രസ്സിലെങ്ങനെ ഒന്ന് അടിക്ക് ബ്രോ, എങ്ങനെ വരാൻ നോക്കാലോ. ഇതെങ്ങനെയാ വരാന്ന് ഞാൻ നാളെ പറയാം കേട്ടോ. എന്നിട്ട് നാളെ ഒന്ന് മേടിക്കാം. ഓക്കെ ഓക്കെ സാർ. സാർ എന്തായാലും അടിച്ചൊന്നും പറഞ്ഞില്ല. അയ്യേ അതത്ര പോരാ, ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ, എന്നിട്ട് നാളെ പറയാം. ഓക്കെ അതല്ല അതിൻ്റെ അപ്പുറത്തിരിക്കണം, അത് ഞാൻ ട്രൈ ചെയ്തതാ. ഇത് ചിലപ്പോൾ നന്നാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നാളെ കാണാം. അതെ ഇന്നലത്തെ അത്ര ശരിയല്ല, വൈകുന്നേരം വരെ നിൽക്കില്ല. നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ അപ്പോൾ നാളെ കാണാം. ഈ ഓറഞ്ചിലും തന്നെ പെട്ടെന്ന് ഈ സമയമല്ല, ഞാൻ മണം മറന്നുപോയി. അതൊന്നും വേണ്ടെന്ന്. അപ്പോൾ ശരി, നാളെ കാണാം. ആ ഫ്രൂട്ടി ഫ്ലേവർ ഡ്രസ്സിലടിച്ചേ. ഡ്രസ്സിലടിക്കുന്ന പരിപാടിയില്ല, അത് നിർത്തി. അതെന്താ? ഞാൻ വാങ്ങിക്കുമ്പോൾ പഠിക്കാം. ഇപ്പം ചെല്ല്. എന്നാ ശരി. മേക്ക് യുവർ ഓൺ പെർഫ്യൂം അല്ലേ? ഇതെന്താ കോൺസെപ്റ്റ്? ബ്രോ ആ സിട്രസ് ഫ്ലേവർ ഡ്രസ്സിലടിച്ചു തരും. അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് സ്മെൽ ഭയങ്കര ഇഷ്ടമാണ്. പ്ലീസ് ഈ ഒരൊറ്റ തവണ പ്ലീസ്. കസ്റ്റമർ ഉണ്ട്, നടക്കില്ല, പൊക്കോ. ഇവിടെ നിങ്ങൾക്ക് എത്ര ഫ്ലേവേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞ? സാർ അത് നിങ്ങൾക്ക് അറിയില്ലേ? 35 ഫ്ലേവേഴ്സ് ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. നമുക്ക് എങ്ങനെ എടുക്കാം, സിംഗിൾ എടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. ഓ നിങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇവിടുത്തെ ട്രൈ ചെയ്തില്ലേ. ഇതിന്റെ ഓണറിന് ഇറാനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാനുള്ള ഐഡിയ കിട്ടുന്നത്. സോ ഒരു ഇന്റർനാഷണൽ ഫീൽ ഉണ്ട് ഇവിടെ അല്ലേ? യാ ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ താങ്ക് യു. എന്നാ സിട്രസ്, താങ്ക്സ്. സ്വന്തം അമ്മയ്ക്ക് കൊണ്ട് ഒരു കുപ്പി വെച്ച് നീ തന്നില്ലല്ലടാ ദ്രോഹി. നീ നോക്കിക്കോ, ഈ ഓണത്തിന് മുമ്പ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഇവിടെ നിന്ന് കാശ് കൊടുത്ത് മേടിക്കും. അപ്പോൾ നാളെ കാണാം. ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ഞാൻ നാളെ പറയാം. ഓക്കെ ബൈ.